ചെമ്പനീർ പൂവിന്റെ നാളത്തെ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോ സുധി കണ്ണേർ അമ്മയുടെ ഫോട്ടോ വീട്ടിൽ കൊണ്ടുവന്ന് കാണിക്കുവാണ്. ഈ ഫോട്ടോ കാണുന്നതും ചന്ദ്ര അങ്ങനെ ദേഷ്യത്തിൽ നോക്കിക്കൊണ്ടിരിക്കുവാണ്. പക്ഷെ ചുറ്റിനുള്ളവരാകട്ടെ, അതായത് വർഷ, സച്ചി, രേവതി, ശ്രീകാന്ത് അവരൊക്കെ ചിരി അടക്കി പിടിച്ചിങ്ങനെ നിൽക്കുവാണ്. കാരണം അവർക്കിത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ചന്ദ്രയുടെ രൂപമാണെന്ന്. ചന്ദ്ര ചോദിക്കുന്നുണ്ട്, എടാ സുധി, നിനക്ക് ഈ ഫോട്ടോ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുമ്പോഴേക്കും സുധി പറയുന്നുണ്ട്, അമ്മേ, ഒരാൾ പൂ വിൽക്കുന്നത് പോലെ റോഡാന്തരം വിറ്റ് നടക്കുമായിരുന്നു. ഞങ്ങളുടെ ഷോപ്പിലും വന്നു. എല്ലാ ഉണ്ടെങ്കിലും പോയി കിട്ടും, ഇത് വെച്ചാലെന്നൊക്കെ പറഞ്ഞ് അയാളെ വിൽക്കുമായിരുന്നു. ശ്രുതിക്ക് ഈ ഫോട്ടോ കണ്ടപ്പോൾ അമ്മയെ പോലെ തോന്നി. അതാ ഞങ്ങൾ അയാളുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാ ഫോട്ടോസും മേടിച്ചു വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര ഇങ്ങനെ ദേഷ്യം കൊണ്ട് എല്ലാവരെയും നോക്കുവാണ്, എല്ലാവരുടെ മുഖമൊക്കെ. അപ്പോൾ ശ്രുതി ചോദിക്കും, അമ്മേ, അന്ന് അമ്മയുടെ തലയിൽ മാവ് വീണപ്പോഴേക്കും ഇങ്ങനത്തെ മുഖമായിരുന്നില്ലേ അമ്മക്കെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര ഒന്നുകൂടെ സൂക്ഷിച്ച് നോക്കുവാണേ. ഞാൻ എന്താടാ ദൃഷ്ടിബൊമ്മയാണോ? ഈ ഫോട്ടോ ഒന്നും എൻ്റെ മുമ്പിൽ കണ്ടുപോകരുതെന്ന് പറഞ്ഞിട്ട് അതെടുത്ത് വലിച്ചെറിഞ്ഞ് പൊട്ടിക്കുവാണ് ചന്ദ്ര. അപ്പോഴേക്കും രവീന്ദ്രൻ കയറി വരുവാണേ. രവീന്ദ്രൻ ഈ സംഭവങ്ങളൊന്നും അറിയില്ലല്ലോ. രവീന്ദ്രൻ പറയുന്നുണ്ട്, ചന്ദ്രേ, എന്താ ഇത് ദൈവത്തിൻ്റെ ഫോട്ടോയൊക്കെ നീ എറിഞ്ഞു പൊട്ടിക്കുവാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി വന്ന് പറയുന്നുണ്ട്, അച്ഛാ, അത് ദൈവത്തിൻ്റെ ഫോട്ടോയല്ല, കണ്ണേറമ്മയുടെ ഫോട്ടോയാ. അയ്യോ സോറി, നമ്മുടെ അമ്മയുടെ ഫോട്ടോയാന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ ആ ഫോട്ടോയിലോട്ട് സൂക്ഷിച്ച് നോക്കുവാണ്. എന്നിട്ടൊരു ചിരി തുടങ്ങും. ഇത് നീ തന്നെയാണല്ലോ ചന്ദ്ര എന്നൊക്കെ പറഞ്ഞിട്ടെ. ഇത് കാണുമ്പോഴേക്കും വർഷക്ക് ചിരി സഹിക്കാൻ പറ്റുന്നില്ല. വർഷ പൊട്ടിച്ചിരിക്കുവാണ്. ചന്ദ്രക്കാണെങ്കിൽ അത് കാണുമ്പോഴേക്കും ഭ്രാന്തിളകുവാണ്. വർഷയെ ചീത്തയൊന്നും പറയാൻ പറ്റില്ലല്ലോ, കോടീശ്വരൻ്റെ മോളല്ലേ. അപ്പോൾ രേവതിയും ചിരിക്കുന്നത് കാണുമ്പോഴേക്കും ദേഷ്യം മൊത്തം രേവതിയോട് തീർക്കുവാണേ. നീ എന്തിനാടി ചിരിക്കുന്നത് രേവതി? നിനക്കെന്താ ചിരി സഹിക്കാൻ പറ്റുന്നില്ലേ? നാട്ടുകാർ മൊത്തം നിന്നെ കണ്ടാ ഇപ്പോൾ ചിരിക്കുന്നത് നിന്റെ അനിയൻ്റെ വീഡിയോ കാരണം. നീ എന്നെ നോക്കി ചിരിക്കുന്നു എന്നൊക്കെ ചോദിച്ച് ചന്ദ്ര ചൂടാവുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അച്ഛാ, ഈ അമ്മ ഇപ്പോൾ കഴിഞ്ഞ വിഷയങ്ങളൊക്കെ എടുത്തിരിക്കുന്നത് രേവതി മാത്രമല്ലല്ലോ, എല്ലാവരും ചിരിക്കുന്നുണ്ടെന്ന് സച്ചി പറയുവാണ്. ഇതെല്ലാം ഇവളുടെ പണിയാ. ഇവളാണ് എൻ്റെ തലയിൽ പൊടിയൊക്കെ തട്ടിയിട്ടത്. പൂവിക്കുന്നത് പോരാനിട്ടാണോ എന്നെ നാണം കെടുത്താൻ വേണ്ടി ഇങ്ങനെ ഒരു ഫോട്ടോ ഇറക്കി നീ ഇങ്ങനെ വിപ്പിച്ച് നടക്കുന്നത് രേവതി എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര പൊട്ടിത്തെറിക്കുവാണ് രേവതിയോട്. അപ്പോൾ സുധിയും പറയുന്നുണ്ട്, ശരിയാമേ, ഇവള് തന്നെയായിരിക്കും ഇത് ചെയ്തതെന്ന് പറയുമ്പോഴേക്കും സച്ചിക്ക് ദേഷ്യം വരും. സച്ചി സുധിയോട് ചീത്ത പറയുന്നുണ്ട്, എടാ, നീ കണ്ടോ രേവതിയെ ഇത് ചെയ്യുന്നതെന്ന്? വെറുതെ ആവശ്യമില്ലാത്ത കാര്യം അവളെ പറ്റി പറയുന്നതെന്ന് പറയുമ്പോഴേക്കും ചന്ദ്രക്ക് ദേഷ്യം വരും. ചന്ദ്ര പറയുന്നുണ്ട്, നീ എന്തിനാണ് സുധിയുടെ മെക്കിട്ട് കയറുന്നത്? നിന്റെ ഭാര്യ തന്നെയാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ ചീത്ത പറയുന്നുണ്ട്, ചന്ദ്രേ, എൻ്റെ ചന്ദ്രേ, എന്ത് വിഷയം കിട്ടിയാലും നീ എന്തിനാ ഈ രേവതിയെ കുറ്റം പറയുന്നത്? അവളൊന്നും അല്ല ഇത് ചെയ്തത്. അവൾ ഒരിക്കലും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യില്ല. ഇത് നീ വിട്ടുകളാന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, വിട്ടുകളയാനോ? എങ്ങനെ വിട്ടുകളയാൻ? നിങ്ങളുടെ ഫോട്ടോ ഇതുപോലെ വന്നു കഴിഞ്ഞാൽ അപ്പം മനസ്സിലാവും അതിൻ്റെ വിഷമോ എന്താന്നൊക്കെയെന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, എൻ്റെ മുഖത്ത് ഇങ്ങനത്തെ ഭാവങ്ങളൊന്നും വരില്ല ചന്ദ്രേ, പാവത്തിനെ പോലെ ഉണ്ടാവുള്ളൂ, കണ്ണേറൊട്ടും പോവത്തുമില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്ര ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുവാണ്. ഈ രേവതി ഇവള് തന്നെയാണ് ഇതൊക്കെ ചെയ്തത്. എന്നെ മനഃപൂർവ്വം അപമാനപ്പെടുത്താൻ വേണ്ടി തന്നെ ആളെ ഏർപ്പാടാക്കി ഇവള് ഫോട്ടോ വിപ്പിക്കുമായിരുന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും സുധിയും അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അമ്മേ, ഇതൊക്കെ പ്ലാൻ ചെയ്ത കാര്യങ്ങളാണ്. മനഃപൂർവ്വം അവൾ അമ്മയുടെ തലയിൽ പൊടി തട്ടിയിട്ടു, എന്നിട്ടത് ഫോട്ടോ ആക്കി പുറത്ത് വിൽക്കാൻ ആളെ ഏൽപ്പിച്ചിരിക്കുക എന്നൊക്കെ സുധിയും പറയുമ്പോഴേക്കും പിന്നെ അറിയാലോ സച്ചിയായിട്ട് വഴക്കാവുന്നൊക്കെയുണ്ട്. ശ്രുതി ചോദിക്കുന്നുണ്ട്, ആൻറ്റിയുടെ ഫോട്ടോ പിന്നെ എങ്ങനെയാ, ഈ കുടുംബത്തിൽ നടന്ന കാര്യം എങ്ങനെയാ ഈ നാട്ടുകാർ മൊത്തം അറിഞ്ഞെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര വീണ്ടും രേവതിക്ക് നേരെ തിരിയുവാണ്. അപ്പോൾ വർഷ പറയുന്നുണ്ട്, രേവതി ചേച്ചിയെ കുറ്റം പറയണ്ട, രേവതി ചേച്ചിയല്ല ഇതിന്റെ പിന്നിൽ, ഞാൻ കാരണമാ ഈ ഫോട്ടോ പുറത്തോട്ട് പോയെന്നൊക്കെ വർഷ പറയുമ്പോഴേക്കും ചന്ദ്ര ഇങ്ങനെ ദേഷ്യത്തിൽ നോക്കുവാണ്. ശ്രീകാന്ത് ചോദിക്കും, നീ എന്താ വർഷ ഈ പറയുന്നതെന്ന് പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, അന്ന് ഞാൻ ആൻറ്റിയുടെ ഫോട്ടോ വാട്സപ്പിൽ സ്റ്റാറ്റസ് ആക്കിയിട്ടുണ്ടായിരുന്നില്ലേ, അത് ഞാൻ സോഷ്യൽ മീഡിയയിലും പോസ്റ്റ് ചെയ്തായിരുന്നു. ഇത് കണ്ട ആരോ ഒരാളാ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയതെന്നൊക്കെ വർഷ പറയുവാണ്. എന്തിനാ വർഷ നീ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, ഞാനൊരു തമാശക്ക് ചെയ്തതാ, പക്ഷെ അതൊരാളിങ്ങനെ ഫോട്ടോ ആക്കി വിൽക്കൂന്നൊക്കെ ഞാൻ അറിഞ്ഞോന്ന് വർഷ തിരിച്ചു ചോദിക്കുന്നുണ്ട്. സച്ചി അപ്പോൾ ഈ സീനൊരു കോമഡി ആക്കുവാണേ. സച്ചി പറയുന്നുണ്ട്, അച്ഛാ, ഈ ബുദ്ധി എന്താ നമുക്ക് തോന്നാത്തേ? നമുക്ക് അമ്മയുടെ ഫോട്ടോ എടുത്തിട്ട് ഇതുപോലെ വിറ്റാലോ? ഇപ്പോൾ ദേ വേറെ ആരോ ഒരാൾ നമ്മുടെ അമ്മയുടെ ഫോട്ടോ വിറ്റോണ്ടിരിക്കുക, അതിന്റെ ഉടമസ്ഥാവകാശം കോപ്പിറൈറ്റ് നമുക്ക് മേടിച്ചിട്ട് നമുക്ക് തന്നെ അമ്മയുടെ ഫോട്ടോ എടുത്ത് വിൽക്കാം അച്ഛാ. എടാ, ഇത് എത്ര രൂപക്കാ നീ മേടിച്ചെന്ന് സച്ചി ചോദിക്കുമ്പോഴേക്കും 400 രൂപക്കാന്ന് സുധി പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയും, കണ്ടോ, ഒരു ഫോട്ടോക്ക് 400 രൂപ, 10 ഫോട്ടോക്ക് അപ്പോൾ 4000 രൂപ, അപ്പോൾ 100 ഫോട്ടോ വിറ്റ 40,000 രൂപ കിട്ടുവച്ചാന്നൊക്കെ സച്ചി പറയുമ്പോഴേക്കും ചന്ദ്ര ഇങ്ങനെ ദേഷ്യം കയറി നിൽക്കുവാണ്. എന്നെ എങ്ങനെ കളിയാക്കുന്നു എന്ന് നോക്കിക്കേ, ഞാൻ പോവാന്ന് പറഞ്ഞ് ചന്ദ്ര പോകുമ്പോഴേക്കും സുധി ചോദിക്കുന്നുണ്ട്, അമ്മേ, ഈ ഫോട്ടോ ഷോറൂമിൽ വെക്കണോ വേണ്ടയോ എന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്രക്ക് ഒന്നുകൂടെ ദേഷ്യം വരുവേ. ഇത് വെക്കാനൊന്നും നിൽക്കണ്ട, എടുത്ത് ദൂരെ എറിയടാന്ന് പറയുമ്പോഴേക്കും സുധി പറയുന്നുണ്ട്, അമ്മേ, ഒരുപാട് പേര് ഈ ഫോട്ടോ ഇപ്പോൾ എല്ലായിടത്തും വെക്കുന്നുണ്ട്. അമ്മയ്ക്കൊരു കാര്യം അറിയാവോ, ഇപ്പോൾ ഒരു നുണയായിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും ഒരുപാട് പേര് അത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിന് ആ ഒരു ശക്തി കിട്ടും അമ്മേ. അങ്ങനെ ഇപ്പോൾ അമ്മയുടെ ഈ ഫോട്ടോക്ക് ശക്തി ഉണ്ടെന്ന് ഒരുപാട് പേര് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അതിപ്പോൾ സത്യമായെങ്കിലോ എല്ലാവരുടെയും വിശ്വാസം
ഈ ഫോട്ടോക്ക് ശരിക്കും പവർ കൊടുത്തിട്ടുണ്ടെങ്കിലോ എന്നൊക്കെ ശ്രുതി ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര ഇങ്ങനെ നോക്കുന്നുണ്ട്. ഒരു ഫോട്ടോ എനിക്കും താടാ, ഞാൻ കാറിൽ വെക്കട്ടെ, എനിക്കും ഒരുപാട് സവാരിയൊക്കെ വരുമ്പോഴേക്കും ആളുകളുടെ കണ്ണീർ ഉണ്ടാവുമല്ലോ, അതൊക്കെ പോയി കിട്ടും എന്ന് പറഞ്ഞ് സച്ചി കളിയാക്കുന്നുണ്ടേ. അപ്പോഴേക്കും ശ്രുതി ചോദിക്കും, അമ്മേ അതൊന്നും മൈൻഡ് ചെയ്യണ്ട, ഞാനിപ്പോൾ ഇത് വെക്കട്ടെ ഷോറൂമിലെന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയും വെക്കണ്ടെന്ന് പറയുവാണേ. അപ്പോൾ ശ്രുതി പറയും, ഞാൻ ഓൾറെഡി ഒരെണ്ണം വെച്ചിട്ടുണ്ടമ്മേ ഷോറൂമിലെന്ന് പറയുമ്പോഴേക്കും എടുത്ത് കളയടാന്ന് പറയുവാണ് ചന്ദ്ര. അപ്പോൾ സച്ചി പറയും, ശ്രുതി നീ എടുത്ത് കളയല്ലേ കേട്ടോ, ലാസ്റ്റ് വേറെ അടുത്തുള്ള ഷോറൂമുകാരൊക്കെ വന്ന് ആ ഫോട്ടോ എടുത്ത് അവരുടെ ഷോറൂമിൽ കൊണ്ടുപോയി വെക്കും, പിന്നെ അവർക്ക് നല്ലതുപോലെ കച്ചവടം നടക്കുമെന്ന് പറയുമ്പോഴേക്കും ശ്രുതി അത് ശരിയാണല്ലോ, അപ്പോൾ എൻ്റെ കച്ചവടത്തെ അത് ബാധിക്കുമല്ലോ, എൻ്റെ കടയിൽ തന്നെ ഇരിക്കട്ടെ അമ്മ ആ ഫോട്ടോ എന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, നിൻ്റെ കടയിൽ ആ ഫോട്ടോ കണ്ടുപോകരുത് ശ്രുതി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും കലിതുള്ളി പോവാണ്. പിന്നെ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ തന്നെ ശ്രുതിയും കൂടി ഷോറൂമിലോട്ട് പോവാണ്. അപ്പോൾ അവിടുത്തെ സ്റ്റാഫ് ഈ കണ്ണേറമ്മയ്ക്ക് പൂമാലയൊക്കെ ഇട്ട് റെഡിയാക്കുമായിരിക്കും. അപ്പോൾ ശ്രുതി പറയും, നിന്നോട് ആരാടാ ഇങ്ങനെ പൂവൊക്കെ ഇടാൻ പറഞ്ഞത്, ആദ്യം തന്നെ ഈ ഫോട്ടോ എടുത്ത് ഇവിടെ നിന്ന് മാറ്റാൻ പറയുവാണ്. അപ്പോൾ സ്റ്റാഫ് പറയുന്നുണ്ട്, ഇപ്പോൾ നാട്ടിലെല്ലാവരും ഈ ഫോട്ടോയെ വെക്കുന്നത്, നല്ല പവറുള്ള ഫോട്ടോയാ, എല്ലാം നല്ലതേ നടക്കുള്ളൂ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, എൻ്റെ അമ്മ ഇതെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ജീവിതത്തിൽ ചീത്തതേ നടക്കൂ, നീ ഇതെടുത്ത് മാറ്റിടാ, എന്നോട് ചോദിക്കാതെ ഒന്നും ചെയ്യാൻ നിൽക്കരുതെന്ന് പറഞ്ഞിട്ട് ആ സ്റ്റാഫിനെ കൊണ്ട് ആ ഫോട്ടോ മാറ്റിക്കുവാണേ. അപ്പോഴേക്കും ശ്രുതിയുടെ ഫോണിലോട്ടൊരു കോള് വരുവാണ്. വിളിക്കുന്നത് വേറെ ആരുമല്ല, നമ്മുടെ അഭിലാഷ് സാറാണ്. അഭിലാഷ് സാറ് പറയുന്നുണ്ട് ശ്രുതിനോട് വളരെ സന്തോഷ വാർത്തയാണ് പറയുന്നത്, അഭിലാഷ് സാറിൻ്റെ പ്രോഡക്റ്റ് നല്ലതുപോലെ സെയിൽ ആവുന്നുണ്ട്, അതിൻ്റെ പ്രോഫിറ്റായിട്ട് 10 ലക്ഷം രൂപ ശ്രുതിയുടെ അക്കൗണ്ടിലോട്ട് അയച്ചിട്ടുണ്ടെന്ന് പറയുമ്പോഴേക്കും ശ്രുതിക്ക് അങ്ങോട്ട് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുവാണ്. ശ്രുതിനോട് ഈ വിവരം പറയുന്നുണ്ട്, ശ്രുതി നോക്കിക്കേ 10 ലക്ഷം രൂപയാണ് അഭിലാഷ് സാർ അയച്ചിരിക്കുന്നത്, ഇന്ന് നമുക്ക് നല്ല ദിവസമാണ്, ഇതൊക്കെ ആ ഫോട്ടോയുടെ പവർ കൊണ്ടായിരിക്കും, എടാ ആ ഫോട്ടോ കളയല്ലേ, ഇവിടെ തന്നെ കൊണ്ടുവന്ന് വെക്കുമെന്ന് സ്റ്റാഫിനോട് വീണ്ടും പറയുവാണ് ശ്രുതി. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ശ്രുതി ഇത് ഫോട്ടോ വീണ്ടും വെക്കുന്നതെന്ന് പറയുമ്പോഴേക്കും, ഈ ഫോട്ടോ വെച്ച സമയം നമ്മുടെ ജീവിതത്തിൽ നല്ലതല്ലേ ശ്രുതി നടന്നേക്കുന്നത്, ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു പ്രോഫിറ്റ് എമൗണ്ട് നമുക്ക് കിട്ടുന്നത്, എല്ലാം ഈ ഫോട്ടോ കാരണമാണെന്ന് പറഞ്ഞിട്ട് ആ ഫോട്ടോനെ തൊട്ട് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട് ശ്രുതി. അപ്പോൾ ശ്രുതി പറയും, എന്തായാലും ആൻറ്റി വെക്കണ്ടെന്ന് പറഞ്ഞതല്ലേ, നമ്മൾ പൈസക്ക് വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് നാളെ ഒരു ദിവസം ആൻറ്റി പറയും, ഇത് വെക്കണ്ട ശ്രുതി എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും, ശരിയെന്നാ നീ പറഞ്ഞതല്ലേ, എടാ ഇത് കൊണ്ടുപോയിക്കോന്ന് സ്റ്റാഫിനോട് വീണ്ടും പറയുവാണേ. അപ്പോൾ അയാൾ ഫോട്ടോ എടുത്ത് വീണ്ടും പോകുമ്പോഴേക്കും ആനന്ദ് കടന്നു വരുവാണ് ഷോറൂമിലോട്ട്. ആനന്ദും ശ്രുതിക്കൊരു നല്ല വാർത്തയും കൊണ്ടാണ് ഷോറൂമിലോട്ട് വരുന്നത്. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താടാ ഗുഡ് ന്യൂസ് എന്ന് പറയുമ്പോഴേക്കും ആനന്ദ് പറയുന്നുണ്ട്, എടാ ഞാൻ പാർക്കിൽ ഇരിക്കുന്ന ടൈമിൽ എപ്പോഴും വാക്കിങ്ങിന് ഒരാൾ വരാറുണ്ട്, കോടീശ്വരനാ, പുറത്ത് ദുബായിലൊക്കെ ഒരുപാട് ബിസിനസ് ഒക്കെ ഉണ്ട്, അയാൾക്ക് ഇവിടെ നാട്ടിലൊരു ബീച്ച് ഹൗസ് ഉണ്ട്, ഞാനായിട്ട് നല്ല കമ്പനിയാണ്, അയാളുടെ ആ ബീച്ച് ഹൗസ് 5 കോടി രൂപ വരും, അയാൾ അത് 3 കോടി രൂപയ്ക്ക് വിൽക്കാനിട്ടിരിക്കുക, അതും നന്നായിട്ട് മുന്നേറി വരുന്ന നല്ല ആത്മാർത്ഥതയുള്ള ഒരാൾക്ക് കൊടുക്കുള്ളൂ എന്നേ അയാൾക്ക് നിർബന്ധമുള്ളൂ, ഞാൻ നിന്റെ പേര് അയാളോട് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട്, എൻ്റെ പേരോ, ഈ 3 കോടി രൂപയുടെ ബംഗ്ലാവ് ഞാൻ എങ്ങനെ മേടിക്കാനാടാ, അല്ല അയാൾ എന്തിനാ ഈ 5 കോടി രൂപയുടെ ബംഗ്ലാവ് 3 കോടിക്ക് വിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ആനന്ദ് പറയുന്നുണ്ട്, എടാ അയാൾക്ക് പൈസ എന്നൊരു വിഷയമല്ല, നന്നായിട്ട് മുന്നേറി വരുന്ന ഒരാൾ, അയാളുടെ കയ്യിൽ ഏൽപ്പിക്കണമെന്ന് മാത്രമേ. ശ്രുതിനോട് ഇക്കാര്യം ശ്രുതി പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, വീട് മേടിക്കുന്നതൊക്കെ നല്ല കാര്യമാണ്, പക്ഷേ ഈ പൈസ ഇത്തിരി കൂടുതലല്ലേ, നമ്മുടെ കയ്യിൽ അത്രയും കാശൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും ആനന്ദ് പറയുന്നുണ്ട്, അഡ്വാൻസ് കൊടുത്ത് ബുക്ക് ചെയ്തിട്ട് നിങ്ങൾ, അല്ലെങ്കിൽ അത് ആ വീടെടുക്കാൻ ഒരുപാട് ആൾക്കാർ വേറെയുണ്ട്, ലോണിന് അപേക്ഷിച്ചാൽ പോരെ ബാക്കി കാശിനെന്നൊക്കെ ആനന്ദ് പറയുന്നുണ്ട്. എന്നിട്ട് ബംഗ്ലാവിൻ്റെ ഫോട്ടോസൊക്കെ ഫോണിൽ ശ്രുതിക്കും കാണിച്ചെടുക്കുന്നുണ്ട്. അവർക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടാവുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയും, ശ്രുതി നമുക്ക് ആദ്യം ഇത് പോയി നേരിട്ട് കാണാം, എന്നിട്ട് ഓണറിനോട് സംസാരിക്കാം, അതിനുശേഷം ഒരു തീരുമാനം എടുക്കാം എന്നൊക്കെ പറയുവാണ്. അപ്പോൾ ശ്രുതി പറയും, അപ്പോൾ വീട് മേടിക്കാല്ലേ നമുക്ക്, ഇന്നെന്താ എല്ലാം നല്ല കാര്യങ്ങളൊക്കെ നടക്കുന്നത്, എല്ലാം ആ ഫോട്ടോയുടെ പവറാണ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാഫിൻ്റെ അടുത്ത് വീണ്ടും ആ ഫോട്ടോ കൊണ്ടുവന്ന് അവിടെ തന്നെ വെക്കാൻ പറയുവാണ്, കണ്ണേറമ്മയുടെ ഫോട്ടോ. ഇനി ഈ ഫോട്ടോ ആര് പറഞ്ഞാലും ഞാൻ മാറ്റത്തില്ല, നല്ല പവറുള്ള ഫോട്ടോയാണെന്ന് എനിക്കിപ്പോൾ വിശ്വാസമായി എന്ന് പറഞ്ഞ് ശ്രുതി അതിൽ നോക്കി പ്രാർത്ഥിക്കുന്നൊക്കെയുണ്ട്. പിന്നെ കാണിക്കുന്നത് വർഷയും രേവതിയും ഇങ്ങനെ കണ്ണേറമ്മയുടെ ഫോട്ടോയുടെ കാര്യം പറഞ്ഞ് ചിരിച്ചിരിക്കുമ്പോഴേക്കും ചന്ദ്ര വരുവാണേ. ഇവർ തമ്മിൽ വഴക്കാണെന്നാണല്ലോ ചന്ദ്രയുടെ മനസ്സിൽ ഇപ്പോഴും. അപ്പോൾ ചന്ദ്ര ചോദിക്കും, നിങ്ങൾ എന്താ കളിച്ചും ചിരിച്ചൊക്കെ ഇരിക്കുന്നത്, നിങ്ങൾ തമ്മിലുള്ള വഴക്കൊക്കെ മാറിയോ, വർഷേ എന്താ ഇതെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, അത് പിന്നെ ആൻറ്റി നമ്മൾ ഒരു വീട്ടിലല്ലേ താമസിക്കുന്നത്, എത്ര നാൾ വഴക്കിട്ട് നിൽക്കാൻ പറ്റും, രേവതി ചേച്ചി എന്നോട് വന്ന് സോറി പറഞ്ഞു, അപ്പോൾ ഞാൻ ക്ഷമിച്ചു എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, സോറി പറഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും തീരുവോ,
അന്ന് എന്തൊക്കെയാ നിന്നെ പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ വർഷ എന്ന് പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, സോറി പറഞ്ഞില്ലേ രേവതി ചേച്ചി. ഇപ്പോൾ രേവതി ചേച്ചിയുടെ വീട്ടുകാർ വന്ന് ആൻറ്റിയോട് സോറി പറഞ്ഞപ്പോൾ ആൻറ്റി ക്ഷമിച്ചില്ലേ, അതുപോലെ തന്നെയാ ഇതും. ഇപ്പോൾ ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞിട്ട് രേവതിയെ കെട്ടിപ്പിടിച്ചൊക്കെ കാണിക്കുന്നുണ്ട് ചന്ദ്രയുടെ മുമ്പിൽ. ചന്ദ്രക്ക് ഇത് കാണുമ്പോഴേക്കും ദേഷ്യം വരുവാണ്. നിനക്ക് ഇനിയും ഇതുപോലൊരു അനുഭവം വരുമ്പോഴേ നീ പഠിക്കുള്ളൂ വർഷേ, ഞാൻ പറഞ്ഞാലൊന്നും നീ കേൾക്കില്ലല്ലോ, ഞാൻ പോവാന്ന് പറഞ്ഞ് പോകാൻ പോകുമ്പോഴേക്കും നമ്മുടെ ശ്രുതിയും കൂടി ഭയങ്കര സന്തോഷത്തിൽ ഒരുപാട് കിറ്റുകളൊക്കെ ആയിട്ട് വീട്ടിലോട്ട് കയറി വരുവാണ്. എന്നിട്ട് ചന്ദ്രയും രവീന്ദ്രനെയും എല്ലാവരെയും അവിടെ ഇരുത്തിയിട്ട് ഹോളിൽ എല്ലാവരെയും വിളിച്ചു കൂട്ടുന്നുണ്ട്. ഇവരുടെ സന്തോഷം കാണുമ്പോഴേക്കും ചന്ദ്ര ചോദിക്കുന്നുണ്ട്, എന്താടാ ശ്രുതി, എന്താ ഇന്ന് വിശേഷം? അപ്പോൾ ആദ്യം തന്നെ ബോക്സിൽ നിന്നും സ്വീറ്റ്സ് ഒക്കെ എടുത്തിട്ട് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. എന്താ വിശേഷം എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അച്ഛാ ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്, എനിക്ക് ബിസിനസ്സിൽ നല്ലൊരു എമൗണ്ട് പ്രോഫിറ്റ് ആയിട്ട് കിട്ടിയെന്ന് പറയുവാണ്. അഭിലാഷ് സാറിൻ്റെ പ്രോഡക്റ്റ് നല്ലോണം സെയിലായി, അദ്ദേഹം എനിക്ക് പ്രോഫിറ്റ് ആയിട്ട് 10 ലക്ഷം രൂപ തന്നു എന്ന് പറയുമ്പോഴേക്കും ചന്ദ്രയുടെ കണ്ണൊക്കെ തള്ളുവാണേ. 10 ലക്ഷം രൂപയോ? ഞാൻ പറഞ്ഞില്ലേ ഇവൻ ബിസിനസ്സിൽ വലിയ ആളായിട്ട് വരുമെന്ന്, രാജയോഗമായി ഇവൻ്റെ ജാതകത്തിൽ പറഞ്ഞിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, അമ്മേ അപ്പോൾ അമ്മക്ക് ഞങ്ങളിലൊന്നും വിശ്വാസമില്ലേ, ഞങ്ങളും മുന്നേറി വരുമെന്നും വിചാരിക്കുന്നില്ലേ എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും, എടാ നീയും ഹോട്ടലൊക്കെ തുടങ്ങി വലിയ ഒരാളാവുമെന്നും എനിക്കറിയാം, പക്ഷേ ശ്രുതി അങ്ങനെയല്ല. ചെറുപ്പം തൊട്ടേ ഇവനെപ്പറ്റി എല്ലാവരും പറയുന്നത് ഇതാ, ഇവൻ മുമ്പോട്ട് മുന്നേറി വരും, ഇവൻ്റെ ജാതകത്തിൽ അത് ഉണ്ടടാന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ഭയങ്കരമായിട്ട് സന്തോഷിക്കുവാണ്. ശ്രുതി ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്തും, അത്രയ്ക്ക് ഹാർഡ് വർക്ക് ശ്രുതി ഇടുന്നുണ്ടെന്ന് ശ്രുതി പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അപ്പോൾ ഞങ്ങളൊന്നും എന്താ ഹാർഡ് വർക്ക് ഇടുന്നില്ലേന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, എല്ലാ പണിക്കാരും എല്ലാ മേഖലയിലുള്ളവരും, പക്ഷേ ഉയർന്ന നിലയിൽ എത്തണമെങ്കിൽ കുറച്ച് സ്മാർട്ട് വർക്കും കൂടി വേണം, അതെൻ്റെ ശ്രുതിക്ക് ഉണ്ടെന്ന് പറഞ്ഞ് ശ്രുതിയെ ഒരുപാട് പുകഴ്ത്തുവാണ് ശ്രുതി. ഇത് കേട്ട് സച്ചി ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. രണ്ടുപേരുടെയും അഹങ്കാരം കണ്ട് രേവതിയും സച്ചിയും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചെമ്പനീർപ്പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.